ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ? വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ എൻ്റെ IVF വിജയിക്കുമോ? എത്ര രൂപ ചിലവ് വരും? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നില്ലേ? ഒരു നിമിഷം, ലക്ഷക്കണക്കിന് ദമ്പതികളുടെ അവസാന പ്രതീക്ഷയാണ് IVF. പക്ഷേ ഈ ചികിത്സയെക്കുറിച്ച് സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും ഒപ്പം വലിയ വലിയ സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ IVFൽ ഇരട്ട കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രയാണ്? ഏത് പ്രായം വരെ നമുക്ക് IVF പരീക്ഷിക്കാം? IVF ചെയ്യാനായിട്ട് എത്ര സമയമെടുക്കും? ഒരിക്കൽ IVF പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കാമോ? എത്ര തവണ ശ്രമിക്കാം? തുടങ്ങി IVFനെ കുറിച്ച് സാധാരണക്കാർക്കുണ്ടാകുന്ന 20 ചോദ്യങ്ങൾക്കും ഏറ്റവും ലളിതവും കൃത്യവുമായ ഉത്തരങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ഈ യാത്രയിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു പേപ്പറും പേനയും എടുത്തു വരൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് തുടങ്ങാം. എന്താണ് IVF? IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാൽ ശരീരത്തിന് പുറത്ത് ലാബിൽ വെച്ച് അണ്ഡവും ബീജവും സംയോജിപ്പിച്ച് ഭ്രൂണമുണ്ടാക്കി അത് തിരികെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന ചികിത്സാ രീതിയാണ്. ആർക്കാണ് IVF ചികിത്സ വേണ്ടത്? ഫലോപ്പിയൻ ട്യൂബിൽ തടസ്സമുള്ളവർ, കടുത്ത പുരുഷ വന്ധ്യതയുള്ളവർ, മറ്റ് ചികിത്സാ രീതികൾ IUI പോലുള്ളവ പരാജയപ്പെട്ടവർ, വിശദീകരിക്കാൻ കഴിയാത്ത വന്ധ്യതയുള്ളവർ എന്നിവർക്കാണ് സാധാരണയായി IVF റെക്കമെൻഡ് ചെയ്യുന്നത്. IVF സുരക്ഷിതമാണോ? അതെ, ലോകമെമ്പാടും വിജയകരമായി ഉപയോഗിക്കുന്ന സുരക്ഷിതമായ ചികിത്സാ രീതിയാണ് IVF. എങ്കിലും ഏതൊരു മെഡിക്കൽ നടപടിക്രമത്തെയും പോലെ ഇതിനും ചില ചെറിയ പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. IVFൻ്റെ വിജയസാധ്യത എത്രയാണ്? വിജയസാധ്യത ഓരോ വ്യക്തിയുടെയും പ്രായം, വന്ധ്യതയുടെ കാരണം, ഭ്രൂണത്തിൻ്റെ ഗുണമേന്മ എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഡോക്ടറുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കുക. IVF ചികിത്സയ്ക്ക് എത്ര സമയമെടുക്കും? ഒരു IVF സൈക്കിൾ പൂർത്തിയാക്കാൻ ഏകദേശം 2 മുതൽ 3 ആഴ്ച വരെ സമയമെടുക്കും. എന്നാലും മുഴുവൻ പ്രക്രിയയ്ക്കും ഒന്നിലധികം സൈക്കിളുകൾ വേണ്ടി വന്നേക്കാം. IVF വേദനാജനകമാണോ? IVF പെയിൻഫുൾ ആണോ? അണ്ഡം എടുക്കുന്ന എഗ് റിട്രീവൽ പ്രക്രിയ അനസ്തേഷ്യ നൽകിയാണ് ചെയ്യുന്നത്. അതിനാൽ വേദന അറിയാറില്ല. ഭ്രൂണം നിക്ഷേപിക്കുന്ന എംബ്രിയോ ട്രാൻസ്ഫർ നടപടിക്രമം സാധാരണയായി വേദനാരഹിതമാണ്. IVFന് പ്രായപരിധിയുണ്ടോ? സ്ത്രീകൾക്ക് 40 തൊട്ട് 45 വയസ്സ് വരെയാണ് സാധാരണയായി IVF ശുപാർശ ചെയ്യുന്നത്. കുറച്ചുകൂടെ ചെയ്യാവുന്നതാണ്. കാരണം പ്രായം കൂടുന്തോറും അണ്ഡത്തിൻ്റെ ഗുണമേന്മ കുറയുകയും വിജയസാധ്യത ഗണ്യമായി കുറയുകയും ചെയ്യാറുണ്ട്. IVFന് മുമ്പ് എന്തെല്ലാം പരിശോധനകൾ ചെയ്യണം? ഹോർമോൺ പരിശോധനകൾ AMH, FSH, പുരുഷന്റെ ബീജ പരിശോധന, ഗർഭപാത്രത്തിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്നിവ പ്രധാനമാണ്. IVFൽ ഇരട്ട കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ഒന്നിലധികം ഭ്രൂണങ്ങൾ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഇരട്ട കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും ഇപ്പോൾ ഒരു ഭ്രൂണം മാത്രം നിക്ഷേപിക്കുന്ന സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ രീതിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. IVF പരാജയപ്പെടാൻ കാരണം എന്താണ്? ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിക്കാതെ വരുന്നത്, ഇംപ്ലാന്റേഷൻ ഫെയിലിയർ, അണ്ഡത്തിൻ്റെയോ ബീജത്തിൻ്റെയോ ഗുണമേന്മക്കുറവ്, പ്രായം തുടങ്ങിയവ പരാജയത്തിന് കാരണമാകാം. ഭ്രൂണം മരവിപ്പിക്കുന്നത്, ഫ്രീസിംഗ് സുരക്ഷിതമാണോ? അതെ, ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ഉപയോഗിച്ച് ഗർഭം ധരിക്കുന്നത് വളരെ സുരക്ഷിതമാണ്. ആവശ്യമെങ്കിൽ ഭാവിയിൽ ഉപയോഗിക്കാനോ IVF പരാജയപ്പെട്ടാൽ അടുത്ത സൈക്കിളിൽ ഉപയോഗിക്കാനോ ഇത് സഹായിക്കും. IVFന് എത്ര രൂപ ചിലവ് വരും? ചികിത്സാ ചെലവ് ഓരോ ക്ലിനിക്കിലും ആവശ്യമായ അധിക സാങ്കേതിക വിദ്യകളെ ICSI, PGT പോലുള്ളവ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. ഒന്നിലധികം സൈക്കിളുകൾ വേണ്ടി വന്നാൽ ചെലവ് കൂടും. IVFന് ശേഷം പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം 10 മുതൽ 14 ദിവസങ്ങൾക്ക് ശേഷമാണ് β-HCG ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റുന്നത്. IVFൽ കഴിക്കേണ്ട മരുന്നുകൾ എന്തൊക്കെയാണ്? പ്രധാനമായും അണ്ഡാശയത്തെ ഉത്തേജിപ്പിക്കാനുള്ള ഹോർമോൺ കുത്തിവെപ്പുകളും ഗർഭപാത്രത്തിലെ ലൈനിങ്ങിനെ, അതായത് എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റാക്കാനുള്ള മരുന്നുകളുമാണ്, പ്രൊജസ്ട്രോൺ സപ്ലിമെൻസുകളുമാണ് ഉപയോഗിക്കുന്നത്. ICSI എന്നാൽ എന്താണ്? ഇൻട്രോസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ICSI എന്നത് IVFൽ ബീജസങ്കലനത്തിനായി ഒരു ബീജത്തെ നേരിട്ട് അണ്ഡത്തിനകത്തേക്ക് കുത്തിവെക്കുന്ന പ്രത്യേക സാങ്കേതിക വിദ്യയാണ്. പുരുഷവന്ധ്യത ഉള്ളപ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട്.
IVF വിജയത്തിനായി ജീവിതശൈലിയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണം? ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, പതിവായി വ്യായാമം ചെയ്യുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക എന്നിവ പ്രധാനമാണ്. ഭ്രൂണം നിക്ഷേപിച്ച ശേഷം എത്ര നാൾ വിശ്രമിക്കണം? ഭ്രൂണം നിക്ഷേപിച്ച ശേഷം കുറച്ച് സമയം വിശ്രമം മതിയാകും. അതിനുശേഷം അമിതമായ ആയാസമുള്ള ജോലികൾ ഒഴിവാക്കി സാധാരണ ജീവിതം നയിക്കാവുന്നതാണ്. ബെഡ് റെസ്റ്റിന്റെ ആവശ്യം തീരെ ഇല്ല. IVF ത്രൂ ജനിക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അംഗവൈകല്യമോ ഉണ്ടാകുമോ? ഇല്ല. IVF വഴി ജനിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ട് ജനിക്കുന്ന കുട്ടികളെ പോലെ തന്നെ ആരോഗ്യവാന്മാരായിരിക്കും. IVF ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിയായ IVF കേന്ദ്രം തിരഞ്ഞെടുക്കുക, ചികിത്സയെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, മാനസികമായി പിന്തുണ നൽകുക, സാമ്പത്തിക കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. IVF ഒരു തവണ പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കാമോ? തീർച്ചയായിട്ടും ശ്രമിക്കാം. ആദ്യ ശ്രമം പരാജയപ്പെട്ടാലും അടുത്ത സൈക്കിളിനുള്ള തയ്യാറെടുപ്പുകൾക്കും ചികിത്സാ രീതികൾക്കും മെച്ചപ്പെടുത്തുന്നതിനും ഡോക്ടർക്ക് സാധിക്കും. മിക്ക ആളുകൾക്കും ഒന്നിലധികം സൈക്കിളുകൾ ആവശ്യം വന്നേക്കാം. ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ആണോ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണോ നല്ലത്? ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് പലപ്പോഴും നല്ലതെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഹോർമോൺ ഉത്തേജനത്തിന് ശേഷം ഗർഭപാത്രം സാധാരണ നിലയിലേക്ക് വരാൻ സമയം നൽകുന്നത് വിജയസാധ്യത വർദ്ധിപ്പിച്ചേക്കാം. അണ്ഡം എടുക്കുന്ന എഗ് റിട്രീവൽ സമയത്ത് എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ? വളരെ അപൂർവമായിട്ട് രക്തസ്രാവം, അണുബാധ അല്ലെങ്കിൽ OHSS ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്നിവ ഉണ്ടാകാം. ഇത് ഒഴിവാക്കാൻ ഡോക്ടർമാർ അതീവ ശ്രദ്ധയോടെയാണ് ഈ നടപടിക്രമം ചെയ്യുന്നത്. ഭ്രൂണം നിക്ഷേപിച്ച ശേഷം എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഉണ്ടാകുന്ന ക്രാമ്പിങ്ങും വയറുവേദനയും സ്പോട്ടിങ്ങും സാധാരണമാണോ? അതെ. ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിക്കുന്നതിന് ഇംപ്ലാന്റേഷന്റെ ഭാഗമായിട്ട് നേരിയ ക്രാമ്പിങ്ങും ചെറിയ സ്പോട്ടിങ്ങും ഉണ്ടാകുന്നത് സാധാരണമാണ്. എങ്കിലും കഠിനമായ വേദന വന്നാൽ ഡോക്ടറെ അറിയിക്കണം. IVF മെഡിക്കേഷൻസിന്റെ പ്രധാന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഹോർമോൺ കുത്തിവെപ്പുകൾ കാരണം ബ്ലോട്ടിംഗ്, മൂഡ് സ്വിങ്സ്, തലവേദന, സ്തനങ്ങളിൽ വേദന എന്നിവ ഉണ്ടാകാം. OHSS അപൂർവമായി മാത്രമേ വരാറുള്ളൂ. പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് PGT എല്ലാവർക്കും ആവശ്യമുണ്ടോ? ഇല്ല. പഴയ പ്രായത്തിൽ IVF ചെയ്യുന്നവർ, ആവർത്തിച്ച IVF പരാജയപ്പെട്ടവർ, ഗർഭം അലസിപ്പോയവർ അല്ലെങ്കിൽ ജനിതക പ്രശ്നങ്ങൾ ഉള്ളവർ എന്നിവർക്കാണ് PGT സാധാരണമായിട്ട് ശുപാർശ ചെയ്യുന്നത്. IVF വിജയത്തിനായിട്ട് ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ഫോളിക് ആസിഡ്, സിങ്ക്, ഇരുമ്പ്, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. പ്രോസസ്ഡ് ഫുഡ്സ്, അമിതമായ മദ്യപാനം, കഫീനും ഒഴിവാക്കുന്നത് നല്ലതാണ്. IVF പരാജയപ്പെട്ടാൽ അടുത്ത സൈക്കിളിന് എത്ര നാൾ കാത്തിരിക്കണം? സാധാരണമായിട്ട് ഒരു IVF സൈക്കിൾ പരാജയപ്പെട്ടാൽ അടുത്ത സൈക്കിളിന് പോകും മുമ്പ് ഗർഭപാത്രത്തിനും ശരീരത്തിനും വിശ്രമം നൽകാനായിട്ട് 1 മുതൽ 2 മാസം വരെ കാത്തിരിക്കുന്നത് നല്ലതാണ്. IVF വഴി ഗർഭം ധരിച്ചാൽ ഗർഭം മിസ്കാരേജ് ആയിട്ട് പോകാൻ സാധ്യത കൂടുതലാണോ? സ്വാഭാവിക ഗർഭധാരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ IVFൽ ഗർഭം അലസാനുള്ള സാധ്യത താരതമ്യേന കുറച്ച് കൂടുതലാണ്. കാരണം ചികിത്സ എടുക്കുന്ന പല ദമ്പതികൾക്കും അടിസ്ഥാനപരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ പ്രായ കൂടുതലോ ഉണ്ടാകാം. IVF ചികിത്സയുടെ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ? അണ്ഡോത്പാദന ഉത്തേജന സമയത്തും ഭ്രൂണം നിക്ഷേപിച്ച ശേഷവുമുള്ള 2 ആഴ്ചയും ലൈംഗിക ബന്ധം സാധാരണമായി ഒഴിവാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. കൃത്യമായ ഉപദേശം ഡോക്ടറിൽ നിന്ന് തന്നെ തേടുക. കപ്പിൾ കൗൺസിലിംഗ് IVFൽ എത്രത്തോളം പ്രധാനമാണ്? വളരെ പ്രധാനമാണ്. IVF ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. ദമ്പതികൾ തമ്മിലുള്ള പിന്തുണയും പ്രൊഫഷണൽ കൗൺസിലിംഗും ചികിത്സാ വിജയത്തിന് നിർണായകമാണ്. പ്രിയപ്പെട്ടവരെ, IVFനെ കുറിച്ച് സാധാരണമായി ഉണ്ടാകുന്ന 30ഓളം പ്രധാനപ്പെട്ട സംശയങ്ങൾക്കും അതിനുള്ള കൃത്യമായ ഉത്തരങ്ങൾക്കും നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തത ലഭിച്ചു എന്ന് കരുതുന്നു. വന്ധ്യതാ ചികിത്സാ യാത്രയിൽ വിവരങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് പലപ്പോഴും ഏറ്റവും വലിയ ഭയം. എന്നാൽ നാം ഇവിടെ ചർച്ച ചെയ്തതുപോലെ IVF എന്നത് ഭയപ്പെടേണ്ട ഒരു പ്രക്രിയയല്ല. അത് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു മെഡിക്കൽ അത്ഭുതമാണ്. ഓർക്കുക, ഓരോ വ്യക്തിയുടെയും IVF യാത്ര വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഡോക്ടറാണ് നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത്. ഡോക്ടറുമായി തുറന്ന് സംസാരിക്കുക, സംശയങ്ങൾ ചോദിച്ചറിയുക,
വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം സമാനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അമ്മയാകാനുള്ള സ്വപ്നത്തിലേക്കുള്ള ഈ യാത്രയിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാകും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം. അത് നോക്കി വാട്സാപ്പ് നമ്പർ എടുത്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ശുഭയാത്ര. ഗോഡ് ബ്ലസ് യു. നന്ദി.